ആവശ്യത്തിനും അനാവശ്യത്തിനും ട്രോമ എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുക. ഒരു സാധാരണ മനോവിഷമത്തെ ഒരു വലിയ മാനസിക ആഘാതമായി ചിത്രീകരിക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി തന്നെയാണ് പറയുന്നത്. എന്താണ് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ നമ്മൾ ട്രോമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാനസിക ആഘാതം എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും പെരുമാറ്റപരമായിട്ടുമുള്ള രീതികളെയെല്ലാം വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ അപകടകരമാം വിധം അതിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു അപകടത്തെ അല്ലെങ്കിൽ ആഘാതം ഏൽപ്പിക്കുന്ന ഒരു സംഭവത്തെ, ഇതിനെ മാത്രമാണ് നമുക്ക് ട്രോമ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് നിരന്തരമായിട്ടുണ്ടാകുന്ന മാനസിക പീഡനങ്ങൾ ഇതിൽ വരാറുണ്ട്. നമുക്കൊരു വ്യക്തിയുടെ വേർപാട് അല്ലെങ്കിൽ മരണം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ട്രോമ എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ശാരീരികവും മാനസികപരമായിട്ടും ഒക്കെ നമ്മൾ ഏൽക്കുന്ന ചില പീഡനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്ന നഷ്ടങ്ങൾ, ഇതിനെല്ലാം ട്രോമയായിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അതൊരു വലിയ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡന്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മാനസികപരമായിട്ട്, ശാരീരികപരമായിട്ട്, പെരുമാറ്റപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നതുകൂടി മനസ്സിലാക്കണം. മാനസികപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരോടൊന്നും ഇടപഴകാതെ നമ്മൾ ചിലപ്പോൾ ഒറ്റ തിരിഞ്ഞിങ്ങനെ മാറിയിരിക്കുക, അല്ലെങ്കിൽ വലിയ മനോവിഷമത്തിൽ തന്നെ നമ്മളിങ്ങനെ സദാ മുഴുകിക്കൊണ്ടേയിരിക്കുക, കുറ്റബോധം തോന്നുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. വിശപ്പിന്റെ രീതി മാറുന്നുണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴും എന്താണോ ചിന്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ മുഴുകിയിരിക്കുന്നുണ്ടായിരിക്കും. പെരുമാറ്റപരമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ടായിരിക്കും. ചില ആസക്തികളിലേക്ക് നിങ്ങൾ ചെന്ന് വീഴുന്നുണ്ടായിരിക്കും. മദ്യം, മയക്കുമരുന്ന്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ ശാരീരികപരമായിട്ട് എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തിയാലും ശരീരവേദന, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള തലവേദന, ഉറക്കക്കുറവ്, അമിതമായിട്ടുള്ള ക്ഷീണം, ഊർജ ഇല്ല എന്ന് പറയുന്ന രീതിയിൽ, അതായത് എപ്പോഴും നമുക്കൊരു ലോ എനർജി ഫീൽ ചെയ്യുന്ന രീതിയിലിരിക്കുക, ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ അത് കുറെ അധികം നാളുകൾ നിങ്ങളിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അത് ഈ ഒരു മനോവിഷമത്തിന്റെ ഭാഗമാണെങ്കിൽ അതിന് ട്രോമ എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ട്. കാരണം അത് നിങ്ങൾ തീർച്ചയായിട്ടും ഓവർകം ചെയ്യേണ്ട ഒരു ഫേസ് ആണെന്നാ പറയുക. അല്ലാണ്ട് സാധാരണ ഒരു മനോവിഷമത്തെ ട്രോമയായി ചിത്രീകരിക്കാതിരിക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത്.